പരമകാരുണികനായ നമ്മുടെ കർത്താവിന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. ആദ്യനും അന്ത്യനുമായി, അൽഫയും ഒമേഗയുമായി, അപ്പോൾ തന്നെ ആദ്യന്തമില്ലാത്തവനായ നിത്യനായ ദൈവത്തിന്റെ നാമം ഈ രാത്രി മഹത്വപ്പെടട്ടെ. ഞാൻ വാതിലാകുന്നു എന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങൾ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. ഈ ശനിയാഴ്ചയുടെ സന്ധ്യയിൽ ഈ 2024 രണ്ടാമത്തെ മാസം ആദ്യത്തെ ശനിയാഴ്ച വൈകുന്നേരം നമുക്കൊരുമിച്ച് നിത്യനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനവുമായി അടുത്തു വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ നാളെ പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്ന നമ്മുടെയൊക്കെ സഭായോഗങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ധാരാളമായിട്ട് ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് ദൈവത്തിന്റെ ആലോചന ജനത്തിന് എത്തിക്കുവാൻ കൃപ ചെയ്യട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുമല്ലോ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താനും തിരുവെഴുത്തുകൾ പഠിക്കുവാനും കൃപ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. അപ്പോൾ തന്നെ അനേകം സഭാ ഹാളുകൾ അടഞ്ഞും വിശുദ്ധന്മാർക്ക് തമ്മിൽ തമ്മിൽ കാണുവാൻ അവസരമില്ലാതെയും ഒക്കെ ഇരിക്കുന്നു. നമ്മുടെ ഭാരതത്തിലെ കാര്യമാണ്. എന്നാൽ നമുക്കൊക്കെ ഓഫ്ലൈനായി തന്നെ യോഗങ്ങൾക്ക് പോകാനും സഹോദരങ്ങളെ കാണാനും കൂട്ടായ്മ ആചരിക്കാനും ഒക്കെ അവസരങ്ങൾ നൽകുന്നു. അതൊന്നും വ്യർത്ഥമായി തീരാതിരിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അവസരങ്ങളെയൊക്കെ നാം വിലപ്പെട്ടതായി കാണുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. വേഗത്തിൽ തന്നെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം ശ്രദ്ധ തിരിക്കുകയാണ്. അടുത്ത ഏകദേശം 1 മണിക്കൂറോളം നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം അറിയുന്നത് പോലെ വെളിപ്പാട് പുസ്തകത്തിൽ 2ഉം 3ഉം അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകളിൽ 6ാമത്തെ സഭയായ ഫിലദൽഫിയയിലെ സഭയ്ക്ക് വേണ്ടി യോഹന്നാനിലൂടെ യേശു കർത്താവ് കൊടുക്കുന്ന സന്ദേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, യോഹന്നാൻ വെറും ഒരു എഴുത്തുകാരൻ മാത്രമാണ്. ജസ്റ്റ് എ റൈറ്റർ, നോട്ട് ആൻ ഓഥർ. ഗ്രന്ഥകാരനല്ല. അതായത് ഇതിൽ എഴുതിയിരിക്കുന്നതോ പറഞ്ഞിരിക്കുന്നതോ ആയ കാര്യങ്ങളുടെ ആശയങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കില്ല? യോഹന്നാനില്ല. സ്തോത്രം. നമ്മുടെയൊക്കെ യോഗങ്ങളിൽ പല സമയത്തും വിവർത്തനം, മൊഴിമാറ്റം, ട്രാൻസ്ലേഷൻ നടക്കാറുണ്ട്. ട്രാൻസ്ലേഷനിൽ പ്രസംഗിക്കുന്നയാള് പറയുന്നത് എന്തോ അത് മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുക എന്നത് മാത്രമാണ് ഈ പരിഭാഷകന്റെ ഉത്തരവാദിത്വം. എന്നാൽ അദ്ദേഹം പറയുന്ന യാതൊരു വാക്കിനും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ല. കാരണം ആശയം മുഴുവനും പ്രസംഗകന്റേതാണ്. ഇതുപോലെ യോഹന്നാൻ ഇവിടെ എഴുതുന്നു, പക്ഷേ ആശയവും സന്ദേശവും മുഴുവനും യേശുക്രിസ്തുവിൻ്റെതാണ്. എഴുത്തുകാർക്ക് എന്തിനേറെ
വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ഒഴികെ ബാക്കി 65 പുസ്തകങ്ങളുടെയും എഴുത്തുകാർ ദൈവ നിശ്വാസീയതയിൽ എഴുതിയവരാണ്. All other authors or writers of the 65 books in the Bible were inspired writers. They were inspired by God. But the writer of the book of Revelation is more than an inspired writer. He was just dictated. See the difference. ബാക്കി വേദപുസ്തകത്തിലെ 65 പുസ്തകങ്ങളുടെ എഴുത്തുകാരും പരിശുദ്ധാത്മാവിനാൽ നിശ്വാസീയത പ്രാപിച്ചെഴുതിയവരാണ്. എന്നാൽ ആ 65 ഗ്രന്ഥങ്ങളുടെയും ഗ്രന്ഥകർത്തൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ 66ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്തൃത്വം. മനസ്സിലായല്ലോ? സ്തോത്രം. ഇവിടെ യേശു കർത്താവ് യോഹന്നാന് കാണിച്ചു കൊടുത്തും പറഞ്ഞുകൊടുത്തും എഴുതിക്കുകയാണ്. വെറും ഒരു നിശ്വാസീയതയിൽ മാത്രം, ഇൻസ്പിറേഷനിൽ മാത്രം അല്ല ഉൾക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് യോഹന്നാന്റെ വാക്കുകൾ പോലും ഇതിലുണ്ടോ എന്ന് സംശയം. പ്രത്യേകിച്ച് ഈ സന്ദേശങ്ങൾ, 7 സഭകൾക്കുള്ള സന്ദേശങ്ങൾ യോഹന്നാൻ കൈമാറുമ്പോൾ യോഹന്നാന്റേതായിട്ട് ഒന്നും അതിലില്ല. പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ദൈവത്തിന്. അത് കേവലം ഈ വെളിപ്പാട് പുസ്തകത്തിന് മാത്രമല്ല കേട്ടോ, ബൈബിളിന് മൊത്തം അങ്ങനെ തന്നെയാണ്. ബൈബിളിന് മൊത്തം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എഴുത്തുകാർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഈ സന്ദേശങ്ങളിൽ ഇല്ല, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ. സ്തോത്രം. ക്രിസ്തുവാണ് പറയുന്നത്. അതുകൊണ്ടാ പത്രോസ് അപ്പോസ്തലൻ ഒരു കാര്യം വ്യക്തമാക്കിയത്. 2 പത്രോസ് 1:20 വാക്യം, 2 Peter 1:20. First, you must understand this, that no prophecy of Scripture is a matter of any personal or private or special interpretation. A prophecy never originated because some man willed it, but men spoke from God, who were born alone by the Holy Spirit. Praise God. 20ഉം 21ഉം വാക്യങ്ങളാണ് നാം വായിച്ചത്. No prophecy of the scripture is a matter of any personal or private or special interpretation. തിരുവഴുത്തിലെ പ്രവചനമൊന്നും, 19ാം വാക്യത്തിലും പ്രവചനം എന്നുണ്ട്, പ്രവാചക വാക്യം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സഭകളിൽ പ്രവാചകൻ വന്ന് തലയിൽ കൈവച്ച് പറയുന്ന പ്രവചനങ്ങളല്ല. തിരുവഴുത്തിനെയാണ് ഇവിടെ പ്രവചനമെന്ന് പറഞ്ഞിരിക്കുന്നത്. Here prophecy means the written word of God, the scriptures, the holy scriptures. More particularly our Old Testament.
the Jewish Bible, rather the Bible of Jesus. ഇവിടെ പ്രവചനം എന്ന് പറയുന്നത് എന്തിനെയാണ്? തിരുവെഴുത്തുകളെയാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ നിയമത്തെ. നമ്മുടെ പഴയ നിയമം തിരുവെഴുത്തുകൾ എന്ന് വിളിക്കപ്പെടുന്നു. അത് യഹൂദ ബൈബിളാണ്. യഹൂദന്റെ വേദം, ഖുറാന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേദം. യഹൂദ ബൈബിൾ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ നമുക്ക് പ്രിയങ്കരമായ ഒരു പ്രയോഗം ആണ് ഞാൻ പറഞ്ഞത്. ജീസസ് ബൈബിൾ, യേശു ബൈബിളായിട്ട് ഉപയോഗിച്ചത്, യേശു ഉപയോഗിച്ച ബൈബിൾ. യേശു ഉപയോഗിച്ച ബൈബിളാണ് നമ്മുടെ പഴയ നിയമം. ആ പഴയ നിയമത്തെയാണ് ഇവിടെ പ്രവചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം തിരുവെഴുത്തുകളിൽ കൂടുതലും കാണുന്നത് പ്രവചനങ്ങളാണ്. സ്തോത്രം. അത് എങ്ങനെ ഉണ്ടായതല്ല, സ്വയമായ വ്യാഖ്യാനത്താൽ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേക താല്പര്യം തോന്നി, ബുദ്ധി തെളിഞ്ഞ് ഇത് കൊള്ളാം, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ ആൾക്കാര് ഇങ്ങനെയൊക്കെ ജീവിച്ചോളും എന്നും പറഞ്ഞ് എഴുതി വെച്ചതൊന്നുമല്ല. നമ്മുടെ ഡോക്ടർ അംബേദ്കറും അദ്ദേഹത്തോടൊപ്പമുള്ള സംഘവും ഭരണഘടന എഴുതിയതുപോലെ ഏതെങ്കിലും അഡ്വക്കേറ്റ്സ്, വക്കീലന്മാർ ഏതെങ്കിലും സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ടി, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കാനോ അത് രജിസ്റ്റർ ചെയ്യാനോ വേണ്ടി ഉണ്ടാക്കുന്ന ബൈലോസ് പോലെയൊന്നും എഴുതി വെച്ചതല്ല. അല്ലെ നമ്മുടെയൊക്കെ വീടുകൾ, ഇപ്പൊ ഞങ്ങളൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നു, എല്ലാ 11 മാസവും കൂടുമ്പോൾ ഞങ്ങൾക്ക് വീടിന്റെ എഗ്രിമെന്റ് പുതുക്കണം. 11 മാസത്തേക്ക്. അതിനകത്ത് കുറെ കണ്ടീഷൻസ് ഉണ്ട്. അത് വക്കീലന്മാരോട് പറഞ്ഞാൽ അവർ എഴുതി തരും. ആണി അടിക്കുന്നതിനെ കുറിച്ച് വരെ അതിനകത്തെ വ്യവസ്ഥകളുണ്ട്. ആണി അടിക്കുന്ന കാര്യം, അഡ്രസ് ഉപയോഗിക്കാൻ, ആ വീടിന്റെ മേൽവിലാസം ഉപയോഗിക്കാനുള്ള നിയമങ്ങൾ അതിനകത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ ആണി അടുക്കളയിലോ ഏതെങ്കിലും ഭിത്തിയിലോ ബാത്റൂമിലോ ഒക്കെ അടിക്കുന്നതിനെ കുറിച്ച് വരെ അതിനകത്ത് നിയമങ്ങളുണ്ട്. വക്കീലന്മാർ എഴുതി വെച്ചതാ. അത് വാടകയ്ക്കെടുക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും പ്രയോജനകരമാകും വിധത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാ. ചിലപ്പോൾ ചിലതൊക്കെ ചിലർക്ക് പാരയാകും എന്ന് മാത്രം. ഇതുപോലെ ഏതെങ്കിലും ഒരു ബുദ്ധിമാന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളല്ല എവിടെയുള്ളത്? തിരുവെഴുത്തിലുള്ളത്. സ്തോത്രം. പിന്നെ എന്താണിത്? 21-ാം വാക്യം പറയുന്നു, ദൈവവിശ്വാസീയമാകുകയാണ്. 21-ാമത്തെ വാക്യത്തിൽ ദൈവശ്വാസീയം എന്ന് നമ്മൾ 2 തിമോഥെയോസ് 3:16 കാണുന്നത്. ആ ദൈവശ്വാസീയത്തിന്റെ എന്താണ് ദൈവശ്വാസീയം എന്നതിന് ഒരു നിർവചനമാണ് പത്രോസ് ഇവിടെ തരുന്നത് 21-ാം വാക്യത്തിൽ. But men spoke from God as they were carried along by the Holy Spirit. Praise God. മനുഷ്യരാണ് പറഞ്ഞത് അല്ലെങ്കിൽ എഴുതിയത്. പക്ഷെ എങ്ങനെ? ദൈവകൽപ്പനയാൽ. 2, പരിശുദ്ധാത്മ
നിയോഗത്താൽ. അല്ലേ? മലയാളത്തിൽ എങ്ങനെയല്ലേ വായിക്കുന്നേ? നിയോഗം എന്നല്ലേ? സ്തോത്രം. യാ. അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതിയത്? Originated because some man willed it. It's not because some people willed, or it is not by human impulse, as Amplified Version says, but men spoke from God, who were moved or impelled or compelled by the Holy Spirit. So the scripture has been written by or in accordance with the commandment of God and impulsion and compulsion by the Holy Spirit. ദൈവത്തിന്റെ കൽപ്പനയാലും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലും നിറവിനാലും. സ്തോത്രം. മനുഷ്യര് തന്നെയാണ് എഴുതിയത്. ദൂതന്മാർ എഴുതിയതും ദൈവം എഴുതിയിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുത്തതും ഒന്നുമല്ല. ദൈവത്തിന്റെ വിരലുകളാൽ എഴുതിയ 10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് മോശയിലൂടെ ഇസ്രായേലിന് കൈമാറിയിരുന്നു. അതും ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് തിരുവഴുത്തിലെ മുഴുവൻ വാഗ്ദത്തങ്ങൾക്കും കൽപ്പനകൾക്കും സന്ദേശങ്ങൾക്കും നിയോഗങ്ങൾക്കും നിയമങ്ങൾക്കും എല്ലാം ഉത്തരവാദി ആര് തന്നെയാണ്? ദൈവം തന്നെ. സ്തോത്രം. എഴുതിയ പൗലോസിനോ മറ്റ് 40-ൽ പരം എഴുത്തുകാർക്കോ ഇതിന്റെ ഉത്തരവാദിത്വം ഒന്നുമില്ല. സ്തോത്രം. ഇന്നും ഈ തിരുവെഴുത്തുകളെ ശരിയായി നമ്മൾ വ്യാഖ്യാനിച്ചാൽ, നാം ഇന്ന് തിരുവെഴുത്തൊന്നും എഴുതുന്നില്ല, നാം ഈ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുന്നതേ ഉള്ളൂ. നാം ഇന്ന് ഈ തിരുവെഴുത്തുകളെ ഇന്റർപ്രറ്റ് ചെയ്താൽ, വ്യാഖ്യാനിച്ചാൽ, ശരിയായി വ്യാഖ്യാനിച്ചാൽ, ആ വ്യാഖ്യാനത്തിന്റെ പിൻപിലും ഉത്തരവാദിത്വം ആര് ഏറ്റെടുത്തോളും? ദൈവം. സ്തോത്രം. ഈ തിരുവെഴുത്തുകളിൻ പ്രകാരം ഞാൻ പ്രവചിച്ചാൽ, ഞാൻ ഇത് വ്യാഖ്യാനിച്ചാൽ, എനിക്ക് ഇതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തോളും. സ്തോത്രം. നമുക്ക് ഉത്തരവാദിത്വം വരുന്നത് നമ്മുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചേർക്കുമ്പോഴാണ്. അഡൾട്ടറേഷൻ നടത്തുമ്പോഴാണ്. ചേർക്കേണ്ട ചിലത് ചേർക്കാതെ പകരം നമ്മുടേതായ സ്വന്തം ചിലതൊക്കെ അതിൽ ചേർക്കുമ്പോൾ ഉത്തരവാദിത്വം ദൈവത്തിന് ഇല്ലാതെ വരുന്നു. അത് നിറവേറാതെ വരുന്നു. അത് സത്യമല്ലാതെ വരുന്നു. പക്ഷേ ഇതെഴുതിയ ദൈവം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്ത് അത് അങ്ങനെ തന്നെ എന്ന് തെളിയിച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് നാം ലൂക്കോസിന്റെ സുവിശേഷം അവസാന ഭാഗങ്ങളിലൊക്കെ കാണുന്നത്, ദൈവം എന്ത് ചെയ്തു എന്നാ? ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും?
സാധാരണ കേൾക്കുന്ന ചില പ്രയോഗങ്ങളാണ് അവിടെ ഉള്ളത്. ഉറപ്പിച്ചെന്നാണോ? ആ, അതെ അതെ, സ്തോത്രം. കർത്താവ് തന്റെ ശിഷ്യന്മാരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി വിട്ടു. അവരെന്ത് ചെയ്തു? പോയി സുവിശേഷം പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ എന്താ ദൈവം ചെയ്തത്? ദൈവം അവരോട് കൂടെ ഇരുന്ന് അവർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിച്ചു കൊണ്ടിരുന്നു. നാം ദൈവത്തിന്റെ വചനം വചനമായി തന്നെ പറഞ്ഞാൽ, സ്തോത്രം, മർക്കോസിന്റെ സുവിശേഷം അവസാന വാക്യമാണ്, ലൂക്കോസിന്റെ അല്ല, മർക്കോസ്. അവസാനത്തെ 2 വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചോളൂ. മർക്കോസ് 16:19-20. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. സ്തോത്രം. യേശു പിതാവിന്റെ വലഭാഗത്ത് കയറിപ്പോയിരുന്നു. ശിഷ്യന്മാർ പുറപ്പെട്ട് സുവിശേഷം പ്രസംഗിച്ചു. സ്വർഗത്തിൽ ഇരിക്കുന്ന യേശു ശിഷ്യന്മാരോട് കൂടെ ആത്മാവിലുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ പ്രസംഗിച്ച വചനത്തെ അടയാളങ്ങളാൽ ഉറപ്പിച്ചു. നാം വചനത്തിൽ ഒരു കോട്ടവും മാറ്റവും വരുത്താതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുകയും അതിനനുസരിച്ച് ജീവിക്കുകയും കൂടെ ചെയ്താൽ ദൈവം നാം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കേണ്ടും വണ്ണം ഉറപ്പിച്ചുകൊള്ളും. അതിന് അത്ഭുതം വേണമെങ്കിൽ അത്ഭുതം നടത്തും. സാത്താനെ ശാസിക്കണമെങ്കിൽ അത് ചെയ്തോളും. രോഗികളെ സൗഖ്യമാക്കണമെങ്കിൽ അത് ചെയ്യും. മരിച്ചവരെ ഉയർപ്പിക്കണമെങ്കിൽ അത് ചെയ്യും. ഫിലദൽഫിയ സഭയോട് പറഞ്ഞതുപോലെ കള്ളന്മാരെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തിക്കണമെങ്കിൽ അതും ചെയ്തോളും. സ്തോത്രം. പൗലോസിന്റെ ശുശ്രൂഷയിൽ പല പ്രാവശ്യം അത് ഉണ്ടായിട്ടുണ്ട്. ഓർമ്മ കാണുമല്ലോ. ഒന്ന് എഫെസോസിൽ വെച്ചായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ പ്രസംഗിച്ച് നടന്നപ്പം ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനെ സൗഖ്യമാക്കാൻ പൗലോസ് ചെന്നു. അപ്പോഴാണ് സ്കേവ എന്ന പുരോഹിതന്റെ എത്ര മക്കളായിരുന്നു? 7 മക്കൾ മന്ത്രവാദികളാ. അവര് വന്നിട്ട് പൗലോസിനെ തള്ളി മാറ്റിയിട്ട് അവര് ശുശ്രൂഷിക്കാനൊക്കെ തുടങ്ങി. നമ്മുടെ ഭാഷയാ ശുശ്രൂഷ എന്നൊക്കെ ഉള്ളത് കേട്ടോ. പക്ഷെ നമുക്കറിയാൻ സംഭവിച്ചത് എന്താണെന്ന്. പൗലോസ്, ഞാൻ ചിന്തിക്കുന്നത് പൗലോസ് അങ്ങ് മാറി നിന്ന് കൊടുത്തു, എന്നാ നിങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞു. പക്ഷേ ആ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ഭൂതം പറഞ്ഞത് നമുക്കറിയാവല്ലോ. എന്തായിരുന്നു ചോദിച്ചത്? എന്തായിരുന്നു പറഞ്ഞത്? Jesus I know and Paul I recognize, but who are you? ഈ നിൽക്കുന്ന പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ആരാ? ഇത് ചോദിച്ചത് മാത്രമല്ല, ഉത്തരം കൊടുക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ഇവരെ 7 പേരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വസ്ത്രം പോലും ഇല്ലാതെ നഗ്നരും മുറിവേറ്റവരുമായി 7 പേര് ഓടിപ്പോയി.
ഞാൻ കരുതുന്നത് പൗലോസ് ഇതെല്ലാം കണ്ട് മാറി നിന്നു പ്രാർത്ഥിച്ചുകൊണ്ടെന്നാ. സ്തോത്രം. എന്നാൽ പൗലോസ് ആ ദുരാത്മാവിനെ ശാസിച്ചു. ആ മനുഷ്യന് കർത്താവിന്റെ നാമത്തിൽ വിടുതൽ ലഭിച്ചു. മറ്റൊന്ന് മെലീത്ത ദ്വീപിൽ വെച്ച ആസ് എ പ്രിസണർ he was being taken to Caesarea or Rome during his first arrest from Jerusalem and imprisonment in Rome. യെരൂശലേമിൽ വെച്ചുള്ള പൗലോസിന്റെ ആദ്യത്തെ അറസ്റ്റ് കഴിഞ്ഞ് പൗലോസിനെ കൈസരയിലേക്ക്, റോമിലെ ആദ്യ കാരാഗ്രഹവാസത്തിന് കൊണ്ടുപോകുമ്പോൾ മെലീത്ത എന്ന ദ്വീപിൽ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടെത്തിയതൊക്കെ നമുക്കറിയാം. തണുപ്പ് കാലത്ത് തീ കായാൻ വേണ്ടി, അല്ലെങ്കിൽ മഴയത്ത് തീ കായാൻ വേണ്ടി അവര് വിറകെടുക്കുമ്പം ഒരു വൈപ്പർ, ഒരു അണലി പൗലോസിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയതും ആ നാട്ടുകാരുടെ വിശ്വാസം അനുസരിച്ച് പൗലോസ് മഹാകുറ്റവാളിയാണ്, കൊലപാതകിയാണ്, മരിക്കേണ്ടവനാണ്, നീതിദേവി അവനെ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൗലോസിനെ നിന്ദിക്കാൻ തുടങ്ങി. ഇപ്പം പൗലോസ് വീർത്ത് 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 ചത്തു വീഴും എന്ന് കരുതിയിരുന്നവർ അത്ഭുതപ്പെട്ടു. പൗലോസിനൊന്നും സംഭവിച്ചില്ല. അപ്പോഴേക്കും മഹാ അപരാധി, കുറ്റവാളി എന്ന് അവര് വിധി എഴുതിയ പൗലോസിന്റെ മുമ്പിൽ അവർ വന്നിട്ട് പറഞ്ഞു, ഇവൻ കുറ്റവാളിയല്ല, ഇവൻ ഒരു ദൈവമാണ്, ഒരു ദേവനാ. സ്തോത്രം. അപ്പോൾ പൗലോസിനെ നിന്ദിച്ചവരെ പൗലോസിന്റെ മുമ്പിൽ മുട്ടുകുത്തുമാറാക്കി. ഫിലിപ്പിയിലൊക്കെ നടന്ന സംഭവങ്ങൾ അങ്ങനെയുള്ളത് തന്നെയാണ്. എന്താണ് വിഷയം? ദൈവനിശ്വാസീയമായ ദൈവവചനം അതേപോലെ തന്നെ ഒട്ടും കുറയ്ക്കാതെ നാം ജനത്തെ പഠിപ്പിക്കുകയും അവരോട് പ്രസംഗിക്കുകയും ചെയ്താൽ അത് വിശ്വസിക്കുകയും അനുസരിക്കുകയും കൂടെ ചെയ്യുന്നവരാണ് നാമെങ്കിൽ, നാം പ്രസംഗിക്കുന്ന വചനത്തെ സത്യമെന്ന് തെളിയിക്കുന്ന ഉത്തരവാദിത്വം വചനത്തിന്റെ ഉടയവനായ ദൈവം സ്വയം ഏറ്റെടുത്തുകൊള്ളും. നമുക്കതിൽ യാതൊരു കൃത്രിമങ്ങളും കാണിക്കേണ്ടതില്ല. സ്തോത്രം. അതാണ് ഇതുവരെ പറഞ്ഞു വന്നത്. ഒരു പൊതുവായ കാര്യം യോഹന്നാൻ സഭകൾക്ക് ക്രിസ്തുവിന് പകരം ദൂത് എഴുതിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ വിഷയവുമായിട്ട് യോജിപ്പിക്കാൻ പ്രയാസമില്ലല്ലോ. സ്തോത്രം. പ്രൈസ് ഗാഡ്. അതുകൊണ്ടാണ് നാം ദൈവത്തെ വിളിക്കുന്നത് ദ ഗാഡ് ഓഫ് ദ വേർഡ്. ഓൺ ദി അതർ സൈഡ് the word of God. സ്തോത്രം. ദൈവത്തിന്റെ വചനം എന്ന് നാം വിളിക്കുന്നത് പോലെ തന്നെ നമുക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് വചനത്തിന്റെ ദൈവം. വചനത്തിന്റെ ദൈവം. സ്തോത്രം. ദൈവവും വചനവും വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ തിരുവെഴുത്തുകളുടെ മുഴുവനും ആധികാരികത നാം ഇതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ദി ഓഥന്റിസിറ്റി ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് ഹ്യൂമൻ ഇൻ ഒറിജിൻ. ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ in its structure, in its purpose, in its interpretation. ദൈവവചനത്തിന്റെ ആധികാരികത അത്
മാനുഷികമല്ല, പൂർണ്ണമായും ദൈവീകമാണ് എന്നുള്ളതാണ്. അതായത് വചനത്തിന്റെ രൂപീകരണത്തിൽ മനുഷ്യന്റെ പങ്കില്ല. പങ്കില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ യാതൊരു ആശയങ്ങളും അതിലില്ല. മനുഷ്യനെയാണ് ദൈവം ഉപയോഗിച്ചത്. ആ അർത്ഥത്തിൽ മനുഷ്യന്റെ പങ്കുണ്ട്. അതല്ലാതെ അതിന്റെ രൂപീകരണത്തിൽ, അതിന്റെ ആശയത്തിൽ, അതിന്റെ സന്ദേശത്തിൽ, അതിന്റെ വ്യാഖ്യാനത്തിൽ, അതിന്റെ സംരക്ഷണത്തിൽ ഒക്കെ പൂർണ്ണമായും ദൈവത്തിന്റെ കരങ്ങളാണുള്ളത്. ഇതാണ് ദൈവവചനത്തിന്റെ ആധികാരികത. സ്തോത്രം. അത്ര പ്രാധാന്യം നാം തിരുവെഴുത്തുകൾക്ക് നൽകണം. തിരുവെഴുത്തുകൾക്ക് നൽകണം. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയോ എങ്ങനെങ്കിലുമൊക്കെ അത് വ്യാഖ്യാനിക്കുകയോ ആകരുത് നാം ചെയ്യുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ദിവസനെ ഒടുവിൽ പറഞ്ഞ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ദൈവവചനത്തിന്റെ ആധികാരികതയോ? Yeah. The authenticity or the authority of the word of God, the written scriptures, is that it is divine in every aspect, in its origin, in its messages, in its interpretations, in its preservations, in their fulfillments, etc., etc. So in every aspect, the scriptures is divine in origin, interpretation, preservation, messages, content, and fulfillment, and in everything. ദൈവവചനം എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകൾ, എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ ആധികാരികത. ഇത് സകല അർത്ഥത്തിലും, എല്ലാ അർത്ഥങ്ങളിലും ദൈവീകമാണെന്നുള്ളതാണ്. അതിന്റെ ഉത്ഭവം നോക്കിയാൽ ദൈവത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ചിരിക്കുന്നത്. അതിന്റെ സന്ദേശങ്ങൾ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മാനുഷികമായ ഒട്ടും പൊടിക്കൈകൾ അതിനകത്തിലില്ല. സ്തോത്രം. അതിന്റെ വ്യാഖ്യാനം ദൈവികമായിട്ട് തന്നെ വേണം. അതിന്റെ സംരക്ഷണം പൂർണ്ണമായും ദൈവികം തന്നെയായിരുന്നു. കഴിഞ്ഞ 3500 പരം വർഷമായി എത്രയോ എതിർപ്പുകളെ, ആക്രമണങ്ങളെ, ശത്രുത്വങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ഇന്നും അതിന്റെ ജൈത്രയാത്ര തുടരുന്നത്. സ്തോത്രം. അതിനെ എതിർത്തവർ സാധാരണക്കാരൊന്നും അല്ലായിരുന്നു. ചക്രവർത്തിമാർ, സാമ്രാട്ടുകൾ, ബുദ്ധിരാക്ഷസന്മാർ, ധനവാന്മാർ, സമൂഹത്തിലെ ഉന്നതന്മാർ ഒക്കെയാ. പക്ഷേ അവരൊക്കെ അതിന്റെ മുൻപിൽ തോറ്റ് തുന്നം പാടിപ്പോയിട്ടേ ഉള്ളൂ. വചനം ഇന്നും അതിന്റെ വിജയയാത്ര, ജൈത്രയാത്ര തുടരുകയാണ്. പ്രൈസ് ഗാഡ്. യെസ്, സ്തോത്രം. അതുകൊണ്ടാണ് നെപ്പോളിയൻ പറഞ്ഞത്, ബൈബിൾ അത് ഒരു കേവല ഗ്രന്ഥമല്ല, അതൊരു ജീവിയാണ്. എന്ത് ജീവി? അതിനെ ആക്രമിക്കുന്നവരെ, അതിനോട് എതിർക്കുന്നവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു ജീവിയാണ് ബൈബിൾ. Napoleon once said, Bible is not a mere book, but it's a living creature that conquers everyone and everything that opposes it. It's like a living creature, and it conquers
all its adversaries. ബൈബിൾ ഒരു കേവല പുസ്തകമല്ല. അതിനോട് എതിർക്കുന്നവരെ ആരായാലും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ജീവിയാണ്. സ്തോത്രം. അതുകൊണ്ടാ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇത് കൊല്ലന്റെ ആലയിലെ അടിതടിയോ എന്തോ അടികൂടമോ പോലെയാ. സ്തോത്രം. ഹാമറല്ല, ഈ തല്ലുന്ന അടിക്കുന്ന കൂടമല്ല, എന്നാൽ പഴുത്ത ഇരുമ്പ് താഴെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അടികല്ല്. അടികൂടമല്ല, അടികല്ല്. അതിന് അടികല്ലെന്നാണ് തോന്നുന്നു പറയുന്നത്. ആൻവിൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. ആൻവിൽ. സ്തോത്രം. താഴെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഉരുക്കിന്റെ കഷ്ണം, അതിന്റെ മുകളിലാണ് പഴുത്ത ഇരുമ്പ് വെച്ചിട്ട് കൂടം കൊണ്ട് അടിക്കുന്നത്. അടിച്ചടിച്ച് ഹാമേഴ്സ്, കൂടങ്ങൾ പൊട്ടിപ്പോകും. പക്ഷേ ഈ അടിയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആൻവിൽ ഇത്രയും പ്രഹരമേറ്റിട്ട് മാറ്റമില്ലാതെ തുടരുന്നു. ഇതുപോലെ ഏറെ പ്രഹരങ്ങളേറ്റ തിരുവെഴുത്തുകൾ ഒരു കൂസലുമില്ലാതെ ഇന്ന് നിൽക്കുന്ന, ഒരു ചളുക്കം പോലും ഇല്ല. സ്തോത്രം. കാര്യം എന്താ? ഇറ്റ്സ് ഡിവൈൻ ഇൻ എവറി ആസ്പെക്ട്. എല്ലാ തലത്തിലും തിരുവെഴുത്തുകൾ ദൈവീകമാണ്. അതാണ് അതിന്റെ തെളിവ്. സ്തോത്രം. ഇത്രയും വ്യക്തമായി കാണുമല്ലോ. മറ്റെന്തെങ്കിലും? യെസ് പാസ്റ്റർ, താങ്ക് യു. ഓക്കെ പാസ്റ്റർ. വേറെയും ആർക്കും സംശയമില്ലല്ലോ. എങ്കിൽ നമുക്ക് ഫിലദൽഫിയയുടെ സന്ദേശത്തിലേക്ക് വരാം. ഫിലദൽഫിയ സഭയ്ക്ക് ഇന്നത്തെ മോഡേൺ തുർക്കിയിലുള്ള ഒരു പട്ടണമാണിത് കേട്ടോ. സ്തോത്രം. ഫിലദൽഫിയയിലെ സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദത്തങ്ങളായിരുന്നു നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടെ അതിന്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നാമത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. സ്തോത്രം. ഫിലദൽഫിയയിലെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം നാം ഇന്നലെ അത് കണ്ടു. ഒന്ന്, ജയിക്കുന്നവനെ യേശു തൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. 2, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. 3, അവന്റെ മേൽ കർത്താവ് 3 പുതിയ നാമങ്ങൾ എഴുതും. പിതാവിന്റെ നാമം, പുതിയ യെരൂശലേം എന്ന നഗരത്തിന്റെ നാമം, യേശു കർത്താവിന്റെ നാമം. സ്തോത്രം. ഇതായിരുന്നു നാം ഇന്നലെ ഒടുവിൽ കണ്ടത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നത്. ജയിക്കുന്നവൻ എന്നതിന്റെ അർത്ഥമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. സ്തോത്രം. തൂണാക്കുക എന്നൊക്കെ ഉള്ളതിന്റെ അർത്ഥം എന്തല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ.
ഇന്ന് ഈ ഭാഗം പറഞ്ഞ് നിർത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ ലവോദിക്യ സഭയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ 3 സംഗതികളാണ് പറഞ്ഞത്. തൂണാക്കുക എന്നതിന്റെ അർത്ഥം നമ്മൾ കണ്ടു. പ്രധാനപ്പെട്ട, ആദരിക്കപ്പെടുന്ന അവസ്ഥ. അതെ, സ്വർഗത്തിൽ സ്ഥാനത്തിനും തേജസ്സിനും പ്രതിഫലത്തിനും മാനത്തിനും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ നിങ്ങൾ അങ്ങ് സ്വർഗത്തിൽ പോയിട്ട് ബാൽക്കണിക്ക് ഇരുന്നുള്ളൂ, ഞാൻ തറയിലിരുന്നോളാം. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളങ്ങ് VIP സ്യൂട്ടിലിരുന്നു, എക്സിക്യൂട്ടീവ് ക്ലാസ്സിലിരുന്നു, ഞങ്ങൾ എക്കണോമി ക്ലാസ്സിലിരുന്നോളാം. നിങ്ങളങ്ങ് ഫസ്റ്റ് ക്ലാസ്സിന് വെക്കോ, ഞങ്ങളെ ലോക്കലിന് കയറി വരാം. ഒറ്റ വണ്ടിയാ സാറേ, ഒരേ സമയത്തേ എത്തത്തുള്ളൂ. പിന്നെ ഒരു ഇച്ചിരി കംഫർട്ടൊക്കെ, കുറച്ചൊരു സുഖമൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കൂടുതൽ സുഖമൊക്കെ നിങ്ങൾ അങ്ങ് അനുഭവിച്ചോ സ്വർഗത്തിൽ. ഞങ്ങൾ ഫ്ലോറിൽ നിലത്തിരുന്നോളാം, നിങ്ങൾ അങ്ങ് വലിയ കസേരകളിലോ ഒക്കെ ഇരുന്നോളാൻ. സ്തോത്രം. Never go for the minimum in relation with eternity. നിത്യതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചെറുതിന് വേണ്ടിയിട്ട് നാം ഒരുങ്ങരുത്. സാധാരണ നമ്മൾ കേൾക്കുന്ന സന്ദേശത്തിന് വിപരീതമായിരിക്കും. നമ്മൾ കേൾക്കുന്നത് ലോകത്തിലുള്ളതിൽ ചെറുതൊന്നും അല്ല നിങ്ങൾ സ്വപ്നം കാണേണ്ടത്, വലുത് 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 സ്വപ്നം കാണാനാ പറയുന്നത്. ഒരു കൊച്ചു വീടോ ഒരു ഗ്രാമത്തിലെ വീടോ ഒന്നും അല്ല നിങ്ങൾ സ്വപ്നം കാണേണ്ടത്. ഏറ്റവും വലിയ കോസ്മോപൊളിറ്റൻ, മെട്രോപൊളിറ്റൻ, വലിയ വലിയ പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ അങ്ങനെയൊക്കെ സ്വപ്നം കാണാനാ നമ്മുടെയും പ്രസംഗകരൊക്കെ നമ്മളെ പ്രബോധിപ്പിക്കാറുള്ളത്. അതൊന്നും ക്രിസ്തീയ പ്രസംഗങ്ങളല്ല കേട്ടോ. കോർപ്പറേറ്റ് മോട്ടിവേഷണൽ പ്രീച്ചിങ്സ് ആണ്. ഇന്ന് അതൊക്കെ കേൾക്കാനാണ് പലർക്കും ഇഷ്ടം. എന്നാൽ തിരുവെഴുത്ത് വെച്ചുകൊണ്ട്, ദൈവശ്വാസീയമായ തിരുവെഴുത്തുകൾ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറയട്ടെ, നിത്യതയുമായി ബന്ധപ്പെട്ട് നാം ചെറുതല്ല ആഗ്രഹിക്കേണ്ടത്, ചെറുതല്ല ലക്ഷ്യമാക്കേണ്ടത്. കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങളും എന്തല്ല, കേവലം നരകശിക്ഷയിൽ നിന്നുള്ള മോചനം മാത്രമല്ല. മനസ്സിലാവുന്നുണ്ടേ? The possibility Christ puts before us, the possibility the Lord sets before us is not a mere escapism from the capital punishment in the hell. നരകവിധിയിൽ നിന്ന്, അഗ്നിനരകത്തിൽ നിന്നുള്ള കേവല മോചനമല്ല യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നതും തിരുവെഴുത്ത് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതും. സ്തോത്രം. Go for, seek after the highest possible thing, position or possession in
the heavenlies in the eternity. നിത്യതയിൽ ഏറ്റവും പരമമായതിനെ തന്നെ, ഏറ്റവും അത്യുന്നതമായതിനെ തന്നെ നാം ലക്ഷ്യം വെക്കുക. കേവലം നരകത്തിൽ നിന്നുള്ള ഒരു വിമോചനം മാത്രം പോരാ. എങ്ങനെയും ആ കയ്യാലപ്പുറത്ത് നിന്ന് ഒന്നപ്പുറത്ത് വീഴണം എന്നാകരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബൈബിൾ സ്കൂളിൽ പോലും സ്റ്റുഡൻസ് പരീക്ഷയുടെ സമയം അടുത്ത് വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സാറേ പാസ് മാർക്ക് എത്രയാ? Don't limit yourself with a pass mark in regard with the heavenlies, in regard with the eternity, eternal things. നിത്യതയുമായി ബന്ധപ്പെട്ട് നാം കേവലം പാസ് മാർക്ക് കൊണ്ട് ഒതുങ്ങരുത്. സ്തോത്രം. Go for the highest possible. മനസ്സിലായോ? ഒരു വ്യത്യാസം ഉണ്ടോ? ഉണ്ടെന്നാണല്ലോ നമ്മള്. അല്ല, സ്ഥാനമാനങ്ങളല്ലാതെ കിരീടങ്ങളല്ലാതെ ഉണ്ടോ? ഉണ്ടല്ലോ. ഇന്നലെയും നമ്മളത് പറഞ്ഞിരുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്ന് തന്നെ വായിച്ചില്ല, പറഞ്ഞു വിട്ടു. സൂര്യന്റെ തേജസ് വേറെ. തേജസിന്റെ വ്യത്യാസങ്ങളുണ്ട്, അതറിയാം. സ്ഥാനമാനങ്ങളിലും ഉണ്ട്. കർത്താവ് പറഞ്ഞ ഉപമകൾ, താലന്തുകളുടെ ഉപമകൾ 5, 3, 1 അല്ലെ? 5, 2, 1. 5, 2, 1. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ മറ്റു ഉപമകളുണ്ട്. അതിലൊക്കെ എന്താ? ചിലർക്ക് 10 പട്ടണങ്ങളുടെ മേലധികാരം, ചിലർക്ക് വ്യത്യാസം കണ്ടോ? ഇങ്ങനെ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ, നമ്മള് ഗിരിപ്രഭാഷണത്തിൽ പഠിച്ചതാണ് 5-ാം അധ്യായത്തിൽ നിന്ന്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് വിളിക്കപ്പെടുമെന്നും ചെറിയവൻ എന്ന് വിളിക്കപ്പെടുമെന്നും. അപ്പോൾ സ്വർഗരാജ്യത്തിൽ വലിയവനെന്നും ചെറിയവനെന്നും ഒക്കെ സ്ഥാനമാനങ്ങളുടെയും വ്യത്യാസമുണ്ട്, തേജസ്സിന്റെ വ്യത്യാസമുണ്ട്, പ്രതിഫലങ്ങളുടെ വ്യത്യാസമുണ്ട്, പദവികളുടെ വ്യത്യാസമുണ്ട്. അതെല്ലാം വ്യക്തമായി നമുക്കിപ്പോൾ അറിവില്ല. യോഹന്നാൻ പറയുന്നത് പോലെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, അത്രേ അറിയാവൂ. പിന്നെ ഒരു കാര്യം കൂടെ അറിയാം, അവൻ പ്രത്യക്ഷനാകും. ഒന്നും കൂടെ അറിയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ താൻ ഇരിക്കും പോലെ കാണും. അതുകൊണ്ട് ഒരു കാര്യം കൂടെ അറിയാം, നാമും അവനോട് സദൃശ്യന്മാരാകും. 1 യോഹന്നാൻ 3-ന്റെ 2-ാമത്തെ പറഞ്ഞത്. യോഹന്നാൻ തന്നെ പറയുന്നു, ഇത്രയും അധികം വെളിപ്പാടുകൾ പ്രാപിച്ച യേശുവിന്റെ മാറോട് ചാരിയിരുന്ന യേശുവിന്റെ അരുമ ശിഷ്യൻ പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, എന്നാൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷം ആയിട്ടില്ല. അങ്ങനല്ലേ പറയുന്നത്? സ്തോത്രം. ഒന്നും കൂടെ വായിച്ചോ, വാക്യം വായിച്ചെന്ന് കേൾക്കുന്നത് കുറച്ചുകൂടി ഉറപ്പാകുമല്ലോ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. സ്തോത്രം. കണ്ടോ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അതുകൊണ്ട്
സ്ഥാനമാനങ്ങളിലും മറ്റും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തുമാത്രമാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളതിന്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്കിതുവരെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. സ്തോത്രം. Yeah, we should aim for rich and abundant entry in the kingdom of heaven. Yes, Mala, you can read Jamal, 2 Peter 1, 10 and 11. 2 Patros 1:10-11 വായിച്ചോ. Because of this, brethren, be all the more solicitous and eager to make sure your calling and election. For if you do this, you will never stumble or fall. Thus, there will be richly and abundantly provided for you entry into the eternal kingdom of our Lord and Savior, Jesus Christ. സ്തോത്രം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിച്ചാൽ കർത്താവിന്റെ വരവിൽ നാം ലജ്ജിച്ചു പോകുകയില്ല. പിന്നെ ദൈവത്തിന്റെ നിത്യരാജ്യത്തിലേക്ക് നമുക്കൊരു പ്രവേശനം കിട്ടും. എങ്ങനെയുള്ള പ്രവേശനമാ? ധാരാളമായ പ്രവേശനം. An abundant entry into the eternal kingdom. നാം അതിനു വേണ്ടിയാണ് എയിം ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. അപ്പോൾ നിത്യതയിൽ ഇവിടെ എനിക്ക് ലഭിക്കാവുന്ന പലതും മനഃപൂർവം ഞാൻ വിടുന്നു. എനിക്കിവിടെ അവകാശപ്പെട്ട പലതും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ഇവിടുത്തേത് നമുക്ക് അവകാശപ്പെട്ടത് കിട്ടിയില്ലെങ്കിലും റിഗ്രറ്റ്, നഷ്ടബോധം ഉണ്ടാകരുത്. പക്ഷേ നിത്യതയിൽ നമുക്ക് ലഭിക്കാമാവുന്നതിനെ പ്രാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ ഏറെ നഷ്ടബോധത്തോടുകൂടെ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കണം. എന്നിട്ട് അത് നഷ്ടമാകാതിരിപ്പാൻ നമ്മാൽ ആവോളം ചെയ്യണം. സ്തോത്രം. നമ്മാൽ ആവോളം ചെയ്യണം. അതാണ് തൂണാക്കുക എന്നതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. പിന്നീട് നാം കണ്ടു, സ്തോത്രം, ജയിക്കുന്നവൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പിന്നെ പുറത്തു പോകത്തില്ല. അതായത് നമുക്ക് കർത്താവിന്റെ രാജ്യത്തിലേക്ക് ലഭിക്കുന്ന പ്രവേശനം അത് നിത്യമാണ്. വീണുപോകാനുള്ള സാധ്യത ഇവിടെ വെച്ച നാം ജഡത്തിൽ ജീവിക്കുന്ന കാലത്തോളമാണ്. എന്നാൽ ഒരിക്കൽ നാം തിരുസന്നിധിയിലേക്ക് പ്രവേശിച്ചാൽ അവിടെ നിന്നും നാം ഒരിക്കലും മാറിപ്പോകുന്നില്ല. എന്നും എന്നേക്കും യുഗായുഗം അവസാനിക്കാത്ത കാലം. നമ്മൾ പാടുന്നത് പോലെ കാലം ഇല്ലാത്ത കാലം മുഴുവനും നാം കർത്താവിനോട് കൂടെ, കർത്താവിനോട് സമന്മാരായി വസിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ വാഗ്ദത്തമായി നമ്മൾ കണ്ടത്. 1 തെസ്സലോനിക്കർ 4:17 നാം അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ഇങ്ങനെ നാം അവനോടുകൂടെ അവനോടുകൂടെ എത്ര കാലം? അതോടെ പറ. സ്തോത്രം. എപ്പോഴും. ഇങ്ങനെ നാം അവനോടുകൂടെ എപ്പോഴും വസിക്കും, വാഴും. അതായത് നിത്യതയിലേക്കുള്ള നമ്മുടെ പ്രവേശനം നിത്യമാണെന്ന്. ഒരുവൻ പ്രവേശിക്കുന്നത് ദൈവത്തോടുകൂടെയാണെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്ന്
തീപ്പുകയിലേക്കാണെങ്കിലും അത് നിത്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കുറച്ചു കാലത്തേക്കല്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഉള്ള നമ്മുടെ സഹോദരങ്ങൾ അവരുടെ പേരൻസിനെയോ ബന്ധുക്കളെയോ ഒക്കെ ചിലപ്പം നാട് കാണിക്കാൻ വേണ്ടി ഒന്ന് കൊണ്ടുപോകും. 1 മാസം തൊട്ട് 6 മാസം വരെയുള്ള വിസിറ്റിംഗ് വിസയിൽ അവിടെ നിർത്തി വിസ എക്സ്പയർ ആകുന്നതിന് മുമ്പ്, തീരുന്നതിന് മുമ്പ് തിരിച്ചയക്കും. അതുപോലെ കർത്താവ് കുറച്ചു നാൾ നമ്മളെ കൊണ്ടുപോയി അവിടെയൊക്കെ ഒന്ന് ഇറക്കി കാണിച്ചിട്ടെങ്കിൽ വിടാനല്ല. സ്തോത്രം. എന്നും കർത്താവിനോട് കൂടെ. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ ഇനി എന്ത് ചെയ്യില്ല, അവൻ അവിടെ നിന്നും പോവുകയില്ല. സ്തോത്രം. അവൻ അവിടെ നിന്നും പോവുകയില്ല. മൂന്നാമത്തേതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, 3 പേരുകൾ അവന്റെ മേൽ എഴുതുക. സ്തോത്രം. അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ ചിലത് കണ്ടു. ഇന്നലെ പറയാഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആസ്യയിലെ ദേവാലയങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ സേവനം ചെയ്യുന്ന പുരോഹിതന്മാർ, ആസ്യയിലെ ക്ഷേത്രങ്ങളിൽ ക്രിയാകർമ്മങ്ങൾ നടത്തുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ, അതാത് മതത്തിന്റെ പുരോഹിതന്മാർ, ചിലർ വളരെ വിശിഷ്ട സേവനമാണ് ചെയ്യുക. അങ്ങനെയുള്ള വിശിഷ്ട സേവനം ചെയ്ത പുരോഹിതന്മാർ അവരുടെ പൗരോഹിത്യ കർമ്മത്തിൽ നിന്നും വിരമിക്കുമ്പോൾ ഭരണകൂടം അവരെ ആദരിക്കുവാൻ വേണ്ടി ആ ക്ഷേത്രത്തിൽ ചില തൂണുകൾക്ക്, ചില പില്ലേഴ്സിന് അവരുടെ പേര് നൽകുക പതിവായിരുന്നു. ഇന്നും നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അത് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിലും ചിലർക്ക് റോഡിന്റെ പേര് നൽകുക, ജംഗ്ഷൻസിന്റെ പേര് നൽകുക ഉണ്ടല്ലോ. ചില ബിൽഡിങ്സിന് ചിലരുടെ പേര് നൽകുക. ചിലതൊക്കെയാണെങ്കിൽ പലതും അവരുടെ മരണശേഷമാണ് ചെയ്യാറ്. നമുക്കറിയാം, ഗുജറാത്തിലെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന്റെ ബന്ധപ്പെട്ടവർ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ആ സ്റ്റേഡിയത്തിന് പേര് അദ്ദേഹത്തിൻ്റെതാണ് നൽകിയിരിക്കുന്നത്. ഇതുപോലെ ആസ്യയിലെ ക്ഷേത്രങ്ങളിൽ പുരോഹിത വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന വിശിഷ്ട സേവനം ചെയ്തവരെ ആദരിക്കാൻ ആ ക്ഷേത്രങ്ങളിൽ ഒന്നുകിൽ പുതിയ തൂണുകൾ പണിഞ്ഞവരുടെ പേര് കൊടുക്കും, ഇല്ലെങ്കിൽ ഉള്ള പഴയ തൂണുകൾക്ക് ആ പുരോഹിതന്റെ പേര് കൊടുക്കുക സാധ്യമായിരുന്നു. അതൊരു ഓണർ, ബഹുമതിയാ. ഇവിടെ കർത്താവ് ആ പശ്ചാത്തലത്തിൽ ഫിലദൽഫിയ സഭയ്ക്ക് മനസ്സിലാകുന്നത് പോലെ പറയുകയാണ്, നിങ്ങൾ എന്നെ വിശ്വസ്തയോടെ സേവിച്ചാൽ, നിങ്ങൾ ജയാളികളായി ക്രിസ്തീയ ജീവിതം നയിച്ചാൽ, നിങ്ങൾ എന്നോട് വിധേയത്വവും വിശ്വസ്തതയും പുലർത്തിയാൽ, നിങ്ങൾ വിശുദ്ധരായി ജീവിച്ചാൽ ഞാനും നിങ്ങളെ മാനിക്കും. എങ്ങനെ? ഇവിടുത്തെ ഇടിഞ്ഞു വീഴുന്ന ഭൂകമ്പത്തിന് വിധേയപ്പെട്ടു പോകുന്ന ക്ഷേത്രങ്ങളിലല്ല, എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എന്നർത്ഥം, പുതിയ യെരൂശലേമിൽ എന്നർത്ഥം. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? തൂണാക്കും. അതിൽ എൻ്റെ പിതാവിന്റെ നാമവും എൻ്റെ നാമവും പുതിയ യെരൂശലേം എന്ന ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എഴുതും.
മാനിക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. ഇവിടെ നമ്മെ ആരും മാനിച്ചില്ലെങ്കിലും സ്തോത്രം, നിത്യതയിൽ നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ നിന്നയും അപമാനവും ഒക്കെയാകാം. Nobody may recognize what we do in this world. Nobody may recognize. സ്തോത്രം. But there comes a day when God will honor us. സ്തോത്രം. Honor us with his own name. Praise God. സ്തോത്രം. ഇത്രയും മനസ്സിലേക്ക് കാണുമല്ലോ. ഇന്നലെ പറയാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. വായിച്ചാട്ടെ. എസേക്കിയേൽ 48:35, 48:35 വാക്യം. യെഹെസ്കേൽ 48:35. അന്നു മുതൽ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെ എന്ന് പേര്. ആർക്കാകുന്ന പേരാ? ആർക്ക് കൊടുക്കുന്ന പേരാണത്? സ്തോത്രം. നഗരത്തിന്. നഗരത്തിന് കൊടുക്കുന്ന പേരാണ്. ദൈവം മാറ്റിയിടാൻ പോകുന്ന പേരാണ് യഹോവ ഷമ്മ. യഹോവ ഷമ്മയുടെ അർത്ഥം നമുക്കറിയാം, അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. യഹോവ അവിടെ. യഹോവ അവിടെ ഉണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിരുന്ന, നഷ്ടമാകുമായിരുന്ന പഴയ യെരൂശലേം, ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത നഗരമാണ് യെരൂശലേം എങ്കിൽ കൂടെ ഇസ്രായേലിന്റെ പാപം നിമിത്തം പലപ്പോഴും ദൈവസാന്നിധ്യം ആ നഗരത്തിൽ നിന്ന് മാറിപ്പോയി. ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് ഇല്ലാതെയായിപ്പോയി. എന്നാൽ ഭാവിയിൽ സ്തോത്രം, ആ നഗരത്തിന്റെ പേര് മാറ്റിയിടാൻ പോവാ. യഹോവ ഷമ്മ. സ്തോത്രം. അർത്ഥം യഹോവ അവിടെ, അല്ലെങ്കിൽ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമാണ് അവിടുത്തെ വിഷയം. സ്തോത്രം. ദൈവ സാന്നിധ്യം. സ്തോത്രം. അപ്പൊ നമുക്കൊരു പുതിയ പേര് ലഭിക്കാൻ പോകുന്നു ജയാളികൾക്ക്. നഗരത്തിന്റെ പുതിയ പേര്, നഗരത്തിന് കിട്ടാൻ പോകുന്ന പേര് യഹോവ ഷമ്മ എന്നാണ്. അപ്പോൾ ആ പുതിയ പേര്, ഇനി ഇത് കൂടാതെ മറ്റെന്തെങ്കിലും പുതിയ പേര് നമുക്ക് ലഭിക്കാൻ പോകുന്നോ എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ നഗരത്തിന് ലഭിക്കുന്നോ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് അറിവായിട്ടില്ല. ചിലപ്പോൾ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റെന്തെങ്കിലും ഒരു പുതിയ പേരും കൂടെ നഗരത്തിന് ലഭിച്ചേക്കാം. എങ്കിൽ അതും നമ്മുടെ മേൽ എഴുതും. ഇതിന്റെ എല്ലാം അർത്ഥം കർത്താവിന്റെ സാന്നിധ്യത്തിൽ നാം കർത്താവിന്റെ സ്വന്തം ജനമായി ആദരിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മെ ആദരിക്കുന്നത് വേറെ ആരുമല്ല, ദൈവം തന്നെ. അതിന്റെ പല ഭാഗങ്ങൾ നമ്മൾ യോഹന്നാനിലും ലൂക്കോസിലും നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. സ്തോത്രം. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ ഫിലദൽഫിയ പട്ടണത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ആദ്യം പഠിച്ചത്. ഓർമ്മ കാണുമല്ലോ. AD 17-ാം നൂറ്റാണ്ടിലുണ്ടായ വലിയ ഭൂകമ്പത്താൽ നഷ്ടപ്പെട്ടു പോയ ഫിലദൽഫിയ നഗരത്തെ വീണ്ടും ടൈബീരിയസ് സീസർ പുതുക്കി പണിതു. എന്നിട്ട് പുതിയ കൈസരിയ എന്ന പേരിട്ടു.
ഓർമ്മ കാണുമല്ലോ ആദ്യത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞത്. അതിനെയൊക്കെ ഇതിനോട് കണക്ട് ചെയ്യുക. സ്തോത്രം. ഏതായാലും പ്രിയരെ, ഫിലദൽഫിയ സഭയെ പോലെ കർത്താവിന് കുറ്റമൊന്നും പറയാനില്ലാത്ത ഒരു സഭയായി നാം നിലനിന്നാൽ നമുക്കും ഈ വാഗ്ദത്തങ്ങൾ സ്വന്തമാക്കാം. ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നത് പോലും വേണ്ടെന്ന് വെച്ചാലും നിത്യതയിൽ നമുക്ക് ലഭിപ്പാൻ സാധ്യതയുള്ളതിന്റെ പരമാവധിക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് സ്വർഗം കൊണ്ടുപോലും തൃപ്തരാകാതെ, സ്വർഗം കൊണ്ടുപോലും തൃപ്തരാകാതെ അതിനും അതീതമായത് വല്ലതും ഉണ്ടെങ്കിൽ അത് തന്നെ കൊതിച്ചുകൊണ്ട് അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ജയകരമായ ജീവിതം നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.